വേണമെന്ന് വെച്ച് കരയുന്നൊന്നുമല്ല, പറ്റിപ്പോകുന്നതാ. ജീവിതത്തിൽ ഒരിക്കലും ഈ പുള്ളി കരയുന്നതും ഞാൻ കണ്ടിട്ടില്ല, അമിതമായിട്ട് സന്തോഷിക്കുന്നതും കണ്ടിട്ടില്ല, ആവശ്യമില്ലാത്ത എക്സൈറ്റ്മെന്റുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെക്കേഷൻ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്കൂർ മുന്നേ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും. വേറെ ആരുമല്ല, അച്ഛൻ. ഇത് പറഞ്ഞു തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അച്ഛനായിരിക്കും. അവർക്ക് എന്ത് സങ്കടം വന്നാലും പോയി പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് അച്ഛനായിരിക്കും. പിന്നെ കുറച്ച് പേർക്കൊക്കെ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വന്നിട്ടുണ്ട്, അച്ഛനെ പേടിച്ച് വളരേണ്ടി വന്നവരുണ്ട്, അച്ഛനെ കാരണം കരയേണ്ടി വന്നവരുണ്ട്, പലയിടത്തും നാണം കടയേണ്ടി വന്നവരുണ്ട്. അവരെ ഒന്ന് മാറ്റി വെച്ച് നോക്കിയാൽ ഒരു യുഗം മുഴുവനും അവരുടെ നല്ല കാലം എന്ന് പറയുന്നത് അവര് വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. അത് കഴിഞ്ഞൊരു കല്യാണം കഴിക്കും. അത് കഴിയുമ്പോഴത്തേക്കിന് ഒരു ഫാമിലിയെ നോക്കേണ്ട ആളാവും. അങ്ങനെ നോക്കി കഴിയുമ്പോൾ പിന്നെ അവർക്കൊരു കുട്ടിയാവും. ആ കുട്ടികളുടെ കാര്യം മുഴുവൻ അവർ നോക്കണം. അമ്മ ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അമ്മയ്ക്ക് നല്ല റോളുണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷെങ്കിൽ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റുകളൊക്കെ എത്തുമ്പോഴത്തേക്കിന് നമുക്കൊരു കൈത്താങ്ങായിട്ട് തന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറയാതെ ചെയ്തു തരുന്നവരാണ് അച്ഛന്മാര്. ഇപ്പൊ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. വേണമെന്ന് വെച്ച് കരയുന്നൊന്നുമല്ല, പറ്റിപ്പോകുന്നതാ. എനിക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത്, എനിക്കത് എന്തായാലും ഓൺലൈനിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം തിരുവനന്തപുരം വരെ പോകണം. ആളുടെ കാല് വയ്യ. രാവിലെ ബസ് കയറി ട്രിവാൻഡ്രം വരെ പോയി എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമുക്കാരാ അങ്ങനെയൊക്കെ ചെയ്തു തരിക? എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? പക്ഷെങ്കിൽ പേരൻസിന് അതില്ല. നേരായി നോക്കുന്ന പേരൻസേ. ഞാൻ ഒറ്റ മോളായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ അധികം സ്നേഹങ്ങളൊന്നും എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ല, എന്നെ പൊന്നാരിച്ച് നടത്തിയിട്ടുമില്ല. പക്ഷെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ നിക്കാഹിൻ്റെ തലേന്ന് പുള്ളി ഉറങ്ങിയിട്ടില്ല. എൻ്റെ പൊന്നേ, പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അപ്പം ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അച്ഛന്മാരെ നമ്മൾ വെറുക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നല്ല അച്ഛന്മാർ, നിങ്ങൾ നന്നായി നോക്കി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കിയ ഒരച്ഛന്മാരുണ്ടെങ്കിൽ, പേരൻസ് ഉണ്ടെങ്കിൽ, അവരെ നിങ്ങൾ തള്ളി പറയുമ്പോൾ, അവർക്ക് ഒരു ഡിസബിലിറ്റി വന്നു കഴിയുമ്പോൾ അവരെ മാറ്റി നിർത്തുമ്പോൾ, അവരെ ഉപേക്ഷിക്കാൻ കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ, വൃദ്ധസദനത്തിൽ കൊണ്ട് കളയാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു തവണ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ വൃദ്ധസദനം വരെ നടക്കാൻ പ്രാപ്തയാക്കിയത് അവരാണെന്നുള്ളത്. സോറി, പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കുക. പേരൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് അവസരത്തിൽ, നമുക്ക് ഏത് ഏജിലാണെങ്കിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ മാത്രമേ കാണത്തുള്ളൂ. അവരായിരിക്കും നമുക്ക് എന്നും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ അവഗണിക്കരുത്, അവരെ തള്ളി പറയരുത്, അവരെ മാറ്റി നിർത്തരുത്. അപ്പോൾ ഓക്കെ, ബൈ.